ഹലോ, ഇന്ന് നാടൻ രുചിയിൽ നല്ല അടിപൊളിയൊരു ചിക്കൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം, എങ്കിലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത്, പൊടികൾ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 350 ഗ്രാമോളം ചിക്കൻ ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലോട്ടൊന്ന് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അധിക സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വേവായി കിട്ടണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.